അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലി നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അവിടുത്തെ പോലെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, കാര്യങ്ങളായി, ഇവിടുന്ന് പോകണം എന്നൊക്കെ തോന്നി. പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ റിസൾട്ട്സ് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്കും പറ്റും, എന്നെക്കൊണ്ടും സാധിക്കും എന്നുള്ള ആ ഒരു സാധനം എൻ്റെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വലിയൊരു കാര്യം ഇവിടെ പഠിച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തത് സ്ട്രെസ് വളരെയധികം കുറവായിരുന്നു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാണ്, പീസ് ഒരു അന്തരീക്ഷമാണ്. അപ്പം ഓരോ എക്സാം കഴിയുമ്പം ആ 180 ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും ചെയ്ത് പഠിക്കുമായിരുന്നു. അതിനെ തന്നെ ബ്രില്യൻ്റിൽ വേറെ വീഡിയോ ഉണ്ട്. ഇവിടെ ഒന്നും പഠിപ്പിക്കത്തില്ല, ഇടുക്കിയല്ലേ, ഇടുക്കി ആകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അല്ല. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്കിലേക്ക് ടീം ബ്രില്യന്റ് എത്തുമ്പോൾ അതൊരു വെറും സന്ദർശനമായിരുന്നില്ല. ആ ഫസ്റ്റ് ഇയർ ലെക്ചർ ഹാളിൽ കാത്തിരുന്നത് ബ്രില്യന്റിന്റെ മഹാവിജയത്തിന്റെ കണക്കായിരുന്നു. ആകെ 100 MBBS സീറ്റുകൾ, അതിൽ 80 പേരും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ഒരേ ലെക്ചർ ഹാളിൽ ഒരേ സ്വപ്നവുമായി നടന്ന 80 ബ്രില്യന്റ് സ്റ്റുഡൻസ് ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രൗഢി ഒന്ന് വേറെ തന്നെയാണ്. നീറ്റ് പരീക്ഷയുടെ കടമ്പകൾ അവർ എങ്ങനെ കടന്നുവെന്നും ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസും ഇടുക്കിയിലെ മനോഹരമായ അവരുടെ മെഡിക്കൽ കോളേജ് ലൈഫും നമുക്ക് ഫ്യൂച്ചർ ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ കേൾക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. ആൻഡ് എന്നോടൊപ്പം ഇന്ന് കൂടെയുള്ളത് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ 2 വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ഇടം നേടിയ ഒരു ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. ആൻഡ് ഈ ഒരു ഇടുക്കി മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ MBBS ബാച്ചിലുള്ള 2 പേരാണ് ഇവർ, മീനാക്ഷി as well as അമൃത. ഓക്കെ, സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രില്യൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അതുപോലെ നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് സെൻറ്ററിലായിരുന്നു പഠിച്ചത്? എൻ്റെ പേര് അമൃത, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ പഠിച്ചത് തൃശ്ശൂർ അയ്യന്തോൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലാണ്. എൻ്റെ പേര് മീനാക്ഷി, ഞാൻ വരുന്നത് മലപ്പുറത്താണ്. ഞാൻ 2022 ഓൺലൈൻ ബാച്ചായിരുന്നു. ഓൺലൈൻ ബാച്ചായിരുന്നു അല്ലേ? ഓക്കെ, 2022 എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ടുള്ള, അതെ കൊറോണ കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ഫസ്റ്റ് ബാച്ച്. അതെ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ, അതായത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് MBBS ബാച്ച് ആകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ വളരെ പുതിയൊരു മെഡിക്കൽ കോളേജ് കൂടിയാണിത്. നിങ്ങൾ ആ തുടങ്ങിയ വർഷം, അതായത് 2022 ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആയി കൊടുക്കുന്നത്, ഒരു മെഡിക്കൽ കോളേജായിട്ട് തുടങ്ങിയിരിക്കുന്നത്. സോ ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ യു ബാച്ച് ഇസ് എ ബിറ്റ് സ്പെഷ്യൽ. കാരണം ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ച് ആകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു ഓർമ്മയാണ്, ഈ മെഡിക്കൽ കോളേജിനും ഒരു ഓർമ്മയാണ്. ആൻഡ് ഇറ്റ്സ് ബീൻ 4 years അല്ലേ? 4 വർഷമായി നിങ്ങളോട് പഠിക്കുന്നു. പുതിയൊരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കണ്ട് ഈ ഒരു 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രോഗ്രസ് ആണ് ഈ ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങളുടെ ഇവിടുത്തെ ഒരു 4 വർഷത്തെ കാലയളവിൽ സംഭവിച്ചിരിക്കുന്നത്? ഞങ്ങൾ വന്നതിൻ്റെ ശേഷം ഇവിടെ ഇപ്പം പേഷ്യൻസ് ആണെങ്കിലും പേഷ്യൻസിൻ്റെ പ്രോഗ്രസ് ഉണ്ട് നമ്പർ നോക്കുമ്പം. പിന്നെ അതുപോലെ തന്നെ ഫാക്കൽറ്റീസ്, നമ്മൾ കുറച്ച് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ക്ലിനിക്സിൽ കയറുമ്പം ഓരോ കേസ് ബൈ കേസ് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പേഷ്യൻ്റ് റഷ് കുറവാണ്, പക്ഷെ നമുക്ക് അത്യാവശ്യം കേസസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലി നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ടീച്ചേഴ്സിന്, അധ്യാപകർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം അല്ലേ? ഓക്കെ, അപ്പോൾ അമൃതയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് 4 years ഇൻ ഇടുക്കി മെഡിക്കൽ കോളേജ്? ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്, ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു. ലൈക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും മറ്റ് മെഡിക്കൽ കോളേജിനെ കമ്പയർ ചെയ്യും, അവിടുത്തെ പോലെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, കാര്യങ്ങളായി, ഇവിടുന്ന് പോകണം എന്നൊക്കെ തോന്നി. ക്ലൈമറ്റും അതെ ഭയങ്കര കോൾഡാണ്. സോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടും ഇവിടെ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷേ ഒന്നും ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വന്നാലേ ഒരു സ്ഥലത്ത് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ.
അവിടെ സ്റ്റുഡൻസ് വന്നാലാണ് അവിടെ ടീച്ചേഴ്സ് വരത്തുള്ളൂ. ടീച്ചേഴ്സ് വരുമ്പോഴാണ് അവിടെ ഡോക്ടേഴ്സും കൂടുന്നത്. അത് വെച്ചിട്ട് അവിടുത്തെ ജനങ്ങൾക്കും ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വേണം ഇവിടെ പ്രോഗ്രസ് ഉണ്ടാക്കേണ്ടതും ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ഫാക്കൽറ്റീസ് നമ്മൾ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തു. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നമ്മൾ ഡയറക്റ്റ് അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഗൈഡൻസ് മീൻസ് പാരൻസിനെ പോലെ നമ്മൾ അവരെ ഏറ്റെടുത്തു. എന്നിട്ട് അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളും അങ്ങനെ എന്തും വിഷമങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് പ്രകാരം നമുക്ക് നന്നായി സ്ട്രെസ്സില്ലാണ്ട് പഠിക്കാൻ പറ്റി. അത് വലിയൊരു കാര്യം ഇവിടെ പഠിച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തത് സ്ട്രെസ്സ് വളരെയധികം കുറവായിരുന്നു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാണ്, പീസ് ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും ടീച്ചേഴ്സും എല്ലാം എന്താ പറയുക, ഇവിടെ ഒന്നും പഠിപ്പിക്കത്തില്ല, ഇടുക്കിയാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അല്ല, ഏറ്റവും നന്നായി ഞങ്ങൾ ശ്രദ്ധിക്കും പഠിപ്പിക്കും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ഈ MBBS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്ട്രെസ്സാണ്, പക്ഷെ ഞങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ പരമാവധി യൂസ് ചെയ്തു. ഞങ്ങൾ അതിനനുസരിച്ച് പഠിച്ചു. നല്ല നല്ല റിസൾട്ട്സ്, ഓരോ ബാച്ചിനും നല്ല നല്ല റിസൾട്ട്സ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഇടുക്കി ചെറുതല്ല എന്ന് ആ റിസൾട്ട്സിലൂടെയാണ് നമ്മളെല്ലാവരും അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇടുക്കി. ഇപ്പോൾ 4th ഇയർ വരെ എത്തിയതിൽ മൈസെൽഫ് ഒരുപാട് പ്രൗഡാണ് ഇവിടെ പഠിച്ചതിലും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ. ഓക്കെ, മോൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നത്. ഞാനത് ആക്ച്വലി ചോദിക്കാൻ തയ്യാറായിട്ട് വന്നൊരു ചോദ്യമായിരുന്നു. കാരണം എല്ലാവരും അവരുടെ ഒരു വെക്കേഷനൊക്കെ ആയിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേഷനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തോട്ട് പോകേണ്ട ആവശ്യം, നിങ്ങൾ ഇടുക്കിയിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസ്, നമ്മുടെ പുറകിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര മലനിരകളും പച്ചപ്പും ഒക്കെയാണ്, ചെറിയ മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. സോ ആസ് എൻ MBBS സ്റ്റുഡൻറ്റ് ഈ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞ പോലെ ശരിയാണ്, സ്ട്രെസ് ഫ്രീ തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പുറത്തേക്ക് നോക്കിയിരുന്നാൽ തന്നെ ഭയങ്കര സുഖമാണ്. ഇവിടുത്തെ മഴക്കാലമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആണ്. പഠിക്കാനാണെങ്കിലും നമുക്ക് പീസായിരുന്ന് പഠിക്കാം. അതൊക്കെ നല്ലൊരു ക്ലൈമറ്റൊക്കെ നമ്മളെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു വേഴ്സ് ഫേസിലാണ് ബ്രില്യൻറ്റിനെ മീറ്റ് ചെയ്യണത്. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ബ്രില്യൻറ്റിൽ ചേർന്നാൽ മതി, എല്ലാം ശരിയാവും, അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. ഞാൻ പുറമേ കേട്ടത് ബ്രില്യൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടുത്തെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കയറിയത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഓൺലൈനാണ് പഠിച്ചത്. അന്ന് പോസ്റ്റ് കോവിഡ് ടൈമിലായിരുന്നു. അപ്പം എനിക്ക് പറയണമെന്ന് വെച്ചാൽ അവിടുത്തെ മെൻറ്റർ ആവട്ടെ, അവിടുത്തെ ഓരോ ടീച്ചേഴ്സ് ആവട്ടെ, അവരുടെ ഫാക്കൽറ്റീസിൻ്റെ ആ ഒരു ആത്മാർത്ഥത എടുക്കുന്ന, ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ ഡൗട്ട് സെഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഈ ഡൗട്ട് സെഷൻ്റെ സമയത്ത് നമ്മൾ എത്ര നേരം വേണമെങ്കിലും സാറുമാർ നമുക്ക് ഓരോ പ്രോബ്ലം നമ്മൾ എത്ര ഭയങ്കര ബ്ലണ്ടറാവും നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക, പക്ഷേ അവരത് ഭയങ്കര കൃത്യമായിട്ട് ഈവൻ ഫ്രം ദ ബേസിക്സ് അവർ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അന്ന്. കാരണം എനിക്കൊക്കെ ഫിസിക്സ് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ സാറുമാർ കാരണം മീൻസ് ഫിസിക്സ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി, പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ റിസൾട്ട്സ് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്കും പറ്റും, എന്നെക്കൊണ്ടും സാധിക്കും എന്നുള്ള ആ ഒരു സാധനം എൻ്റെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലാസ്സസ് ആവട്ടെ എല്ലാതും മൈൻഡ് ബ്ലോയിങ് ആണ്, ഒന്നും പറയാനില്ല. കാരണം ഫ്രം ദ ബേസിക്സ് പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ പിന്നെ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ പറയും നമ്മൾ വേറെ ആരുമായിട്ട് ഒരു സോഷ്യലൈസിങ് അല്ല, നമ്മൾ വേറെ ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല എന്ന് പറയും. പക്ഷേ അവിടെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ആപ്പിൽ. ഈ ഡിസ്കഷനിലൂടെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല അവരെ ഡയറക്റ്റ്ലി, പക്ഷെ ഓരോരുത്തർ ഓരോ ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ അതിൽ ഇമേജസ് ഒക്കെ ആയിട്ട് അയക്കും. പിന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ അവർ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം നമുക്ക് അതും കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരുന്നു. അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ അവരുടെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത് പഠിച്ചാൽ മതി, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, ഒരു 2-3 വട്ടം ചെയ്താൽ മതി. ഫിസിക്സ് ഒക്കെ എല്ലാം മീൻസ് അതുപോലെ തന്നെയാണ് നമ്മൾ ഫിസിക്സ് 2022 നോക്കുമ്പം ബ്രില്യൻറ്റ് പഠിപ്പിച്ച മീൻസ് ആ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിലുണ്ടായിരുന്നു. അപ്പം എക്സാംസ് ആണെങ്കിലും ഇപ്പം ഞാൻ ഓൺലൈനായിരുന്നു. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ എല്ലാവരും പറയുന്നു എക്സാംസ് ഒക്കെ ബുദ്ധിമുട്ടാവില്ലേ, ഇപ്പം OMR ഷീറ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ആ സമയത്തും എനിക്കൊരു ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എൻ്റെ അടുത്ത എക്സാം സെൻറ്ററിൽ എനിക്ക് പോയി സുഖമായിട്ട് എൻ്റെ എൻവയോൺമെൻറ്റിൽ എനിക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റിയിരുന്നു എക്സാംസ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ്, ഡയറക്ടേഴ്സ്. എൻ്റെ ഡയറക്ടർ സ്റ്റീഫൻ സാർ ആയിരുന്നു. സാർ ഒരാഴ്ചയുള്ള മീറ്റിംഗ്, അല്ല നമ്മളെ അമ്മമാർക്കും കൂടെ
നിന്നെ കൊണ്ട് പറ്റും. അവരാ ഒരു നമുക്കാ ഒരു ബാക്ക് സപ്പോർട്ട് അവരും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ഇപ്പം എനിക്ക് മാർക്ക് കുറയുന്ന ടൈമിൽ മെൻറ്റർ വിളിച്ച് സംസാരിക്കും. അതേപോലെ തന്നെ ഡയറക്ടർ സാർ ആണെങ്കിലും അവർ ഇൻഡിവിജ്വലി ആരെയും എടുക്കുന്നില്ലെങ്കിലും പക്ഷെ അവർ ആ മീറ്റിങ്ങിൽ വന്നിട്ട് എല്ലാവരും ഇത് ഹോളായിട്ട് അവർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനമാണ്, നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ഇപ്രാവശ്യം മേടിക്കും എന്നുള്ള ആ ഒരു സാധനം നമുക്ക് കിട്ടും. ഒരു മോട്ടിവേഷൻ ആണ് അവരുടെ അടുത്ത്. അതെ അതെ. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ബ്രില്യൻ്റ് തന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വേഴ്സ് ഫേസിൽ നിന്നാണ് വന്നത്. അപ്പോൾ എന്നെ കൊണ്ട് സാധിച്ചത് ഞാൻ അവിടെ പോയതുകൊണ്ട് തന്നെയാണ്. ഞാൻ 100% അങ്ങനെ തന്നെ പറയും. മോളെ ഇപ്പം നമ്മുടെ ബ്രില്യൻ്റിൽ മോഡൽ എക്സാംസ് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഫേസിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. കോമ്പിനേഷൻസ് എക്സാംസ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഓൾ യൂണിറ്റ് എക്സാംസിലേക്ക് കയറി. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞൊരു 4 വർഷം മുന്നേ എഴുതിക്കൊണ്ടിരുന്ന എക്സാംസ് ആണ്. അതിൻ്റെ ഒരു തീവ്രതയൊക്കെ കൂടിയെന്നേ ഉള്ളൂ. ഇപ്പം നീറ്റ് അഡ്വാൻസ്ഡ്, നീറ്റ് മീഡിയം, നീറ്റ് ഹാർഡ്, അങ്ങനെ പല ലെവലുകളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ മോഡൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളോട് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അതെല്ലാം വിജയിച്ച് ഇവിടെ നിൽക്കുന്ന 2 വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? മോഡൽ എക്സാംസ് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു 1 ഇയർ എടുത്തിട്ട് എല്ലാ വീക്സിലുള്ള എക്സാം എഴുതുമ്പോഴും കുറച്ച് ഫെയിലേഴ്സും മാർക്ക് കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ മോഡൽ എക്സാം. അപ്പോൾ മോഡൽ എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിനും എല്ലാ ടോപ്പിക്സ് കവറായി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയി. അപ്പോൾ നമുക്ക് ഈ മോഡൽ എക്സാം എഴുതുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. പിന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഹാർഡ് ആവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും വീക്ക്ലി ടെസ്റ്റിനേക്കാളും കുറച്ച് ഹാർഡാണല്ലോ എന്ന്. പക്ഷെ അല്ല, നമ്മൾ അങ്ങനെ ഹാർഡ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് വേണ്ടി മോഡൽസിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് നീറ്റിന് പ്രിപ്പയർ ആക്കുവാണ് അവർ ആക്ച്വലി. അപ്പോൾ ഈ മോഡൽ എക്സാംസ് കഴിഞ്ഞു എന്ന് വെച്ച് നമ്മൾ ആ പേപ്പർ എടുത്ത് വെക്കുകയല്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ പേപ്പേഴ്സിലൊക്കെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നമ്മൾ തിരിച്ച് വന്ന് അതിൻ്റെ തന്നെ ഡിസ്കഷൻസും വെക്കുന്നുണ്ട്. സോ നമുക്ക് അത് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് നീറ്റ് എഴുതുമ്പോഴായിരിക്കും നമുക്കത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ മോഡലാണല്ലോ നമുക്ക് കുറച്ചുകൂടി ഓർമ്മ ഉണ്ടാവാൻ പോകുന്നത്. മറ്റതിനേക്കാളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ഓർമ്മ ഉണ്ടാവുന്നത്. സോ നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നീറ്റ് എക്സാം എഴുതുന്ന ആ സമയത്ത് നമ്മൾ ഓർക്കും ഇത് മോഡലിന് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ആ കോൺഫിഡൻസ് നമുക്ക് ആ ഫാസ്റ്റ് കിട്ടും. എക്സാം എഴുതുമ്പോൾ ആ ഒരു ഫാസ്റ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ്, ഇപ്പോൾ ബയോളജി ടഫായി പോലും ഫിസിക്സ് നേരത്തെ എഴുതി ബയോളജി കുറച്ച് ആലോചിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതും അതുപോലെ ഈ OMR ഷീറ്റ് ബബിൾ ചെയ്യുന്നതും ഞാൻ സെൻറ്ററിൽ പോയിട്ടാണ് മോഡൽ എക്സാംസ് എഴുതിയായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേടി പോവും. ഫസ്റ്റിലെ ഈ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന ആ പേടിയൊക്കെ അങ്ങ് പോവും. എല്ലാം ഫില്ല് ചെയ്യുന്നതെല്ലാം പേടിയൊക്കെ പോവും. അപ്പോൾ മോഡൽ എക്സാംസ് മാക്സിമം ഒന്നുപോലും വിടാതെ അറ്റൻഡ് ചെയ്യുക. അത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. അത് പഠിച്ചെടുക്കുക ആ ക്വസ്റ്റ്യൻസ് എങ്കിലും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് നമ്മൾ നീറ്റ് എഴുതുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവാൻ പോകുന്നത്. ഓക്കെ. ഇപ്പോൾ അമൃത പറഞ്ഞതുപോലെ ആ ഒരു മോഡൽ എക്സാമിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ സ്ട്രെസ്ഡൊക്കെ ആകാൻ ടെൻഷനൊക്കെ അടിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എഗെയിൻ മോൾക്ക് എന്താണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, അതായത് 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് മീനാക്ഷിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, ഇപ്പോൾ മോഡൽ എക്സാം നടക്കുകയാണല്ലോ. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്പെഷ്യൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുക. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. അപ്പം ഓരോ എക്സാം കഴിയുമ്പം ആ 180 ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും ചെയ്ത് പഠിക്കുമായിരുന്നു. അതിനെ തന്നെ ബ്രില്യൻ്റിൽ വേറെ വീഡിയോ ഉണ്ട്. ഓരോ എക്സാം കഴിയുമ്പോഴും 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെയുള്ള ഒരു വീഡിയോ ഉണ്ടാവും. അതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആയിരിക്കും അത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ പെർഫെക്റ്റ് അല്ല തോന്നുന്നത് ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വീണ്ടും ചെയ്ത് നോക്കുക. അപ്പം ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ നീറ്റ് എക്സാമിന് വന്നേക്കാം. അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇത് ഞാൻ അന്ന് പഠിച്ചതല്ലേ എന്നുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അത് എത്ര ടഫ് ആവട്ടെ കുഴപ്പമില്ല. പിന്നെ മാർക്ക് ഈ ടൈമിൽ കുറയുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ ഓരോ ഹ്യൂമൻസും ഓരോന്നും പഠിക്കുന്നത്. അപ്പം മാർക്ക് കുറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. ഈ ഒരു ടൈമാണ് നിങ്ങളുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങൾ ഉഴപ്പാൻ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ചാൻസ് അല്ലേ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല മാക്സിമം എഫേർട്ടിൽ 100% നമ്മൾ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്ന വിധം നമ്മൾ വർക്ക് ചെയ്യുക, മാക്സിമം ചെയ്യുക. പിന്നെ കീപ്പ് മോട്ടിവേറ്റഡ്. എപ്പോഴൊക്കെ സ്ട്രെസ്സ് തോന്നുന്നോ, നിങ്ങൾക്ക് സ്ട്രെസ്സ് റിലീവ് ആവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തില്ല, അതുപോലെ തന്നെ അതിൽ ഇത്തിരിയും കൂടെ ഒരു 2x കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യുക. എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യണവർക്ക് എന്തായാലും കിട്ടും. ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണവർക്ക് എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ നീറ്റ്. കാരണം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും എന്തായാലും പറ്റും.
താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു മീനാക്ഷി, താങ്ക് യു അമൃത ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു MBBS ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രില്യൻ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമായിട്ട് അവർ രണ്ടുപേരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഗൈസ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.